വെറും രണ്ടക്ഷരത്തിൽ VS. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു യുഗം തന്നെ അടയാളപ്പെടുത്തിയ മഹാനായ ഈ നേതാവ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ്. 101 വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോൾ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഒരു നീണ്ട അധ്യായമാണ് ഇവിടെ അവസാനിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്ക്. ഒരു സാധാരണക്കാരനായി ജീവിതം തുടങ്ങി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം വരെ എത്തിയ ഒരു മനുഷ്യൻ, അതായിരുന്നു VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത് വെറും ഒരു പേരല്ല, അതൊരു ചരിത്രമാണ്, ഒരു വികാരമാണ്, ഒരു ജനകീയ മുന്നേറ്റത്തിൻ്റെ പ്രതീകമാണ്. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട VS ജനിച്ചത് 1923 ഒക്ടോബർ 20 ആലപ്പുഴയിലെ പുന്നപ്രയിലാണ്. കുട്ടിക്കാലം മുതൽ തന്നെ ദാരിദ്ര്യവും കഷ്ടപ്പാടും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്നു. 4-ാം വയസ്സിൽ അമ്മയും 11-ാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ടു. 7-ാം ക്ലാസ്സിൽ അതുകൊണ്ട് തന്നെ പഠനവും നിർത്തേണ്ടി വന്നു. നമുക്ക് ചിന്തിക്കാനും പോലും പറ്റാത്ത ഒരു സാഹചര്യമാണല്ലേ. ജ്യേഷ്ഠൻ്റെ തയ്യൽ കടയിൽ സഹായിയായി ജോലിക്ക് പോയി, പിന്നീട് കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി. അവിടെ നിന്നാണ് അദ്ദേഹം ജീവിതം മാറിമറിയുന്നത്. തൊഴിലാളികളുടെ കഷ്ടപ്പാടുകൾ കണ്ടറിഞ്ഞ VS അവരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ തുടങ്ങി. ഒരു 17-കാരൻ ചെറുപ്പക്കാരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നത് അങ്ങനെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് പോരാട്ടങ്ങളുടെ ഒരു വലിയ ലോകം തന്നെയാണ് അദ്ദേഹത്തിനായി തുറന്നു വന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും പിന്നീട് കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റങ്ങളിലും VS ഒരു നിറസാന്നിധ്യമായി മാറുകയായിരുന്നു. പുന്നപ്ര വയലാർ സമരത്തിൽ സജീവമായി പങ്കെടുത്ത അദ്ദേഹം പല തവണ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. അടിയന്തരാവസ്ഥ കാലത്തും അദ്ദേഹം ജയിലിലായിരുന്നു. ഏതാണ്ട് 5.5 വർഷത്തോളം ജയിലിലും 4.5 വർഷത്തോളം ഒളിവിലും അദ്ദേഹം തൻ്റെ ജീവിതം പാർട്ടിക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ഒഴിഞ്ഞു വെക്കുകയായിരുന്നു. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ CPMൻ്റെ രൂപീകരണത്തിനായി പിന്നിൽ പ്രവർത്തിച്ച 32 പ്രമുഖരിൽ ഒരാളായിരുന്നു VS അച്യുതാനന്ദൻ. 1980 മുതൽ 1992 വരെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചു. ഈ കാലയളവിലാണ് സഖ്യരാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം കേരളത്തിൽ വളർന്നു വന്നതുപോലും. VS എന്ന പേര് കേരള രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയത് അദ്ദേഹം വഹിച്ച നിരവധി പദവികളുടെയും ഏറ്റെടുത്ത ജനകീയ സമരങ്ങളിലൂടെയുമാണ്. പലതവണ പ്രതിപക്ഷ നേതാവായി കേരളത്തിലെ നിയമസഭകളിൽ അദ്ദേഹം ജനങ്ങളുടെ ശബ്ദമായി മാറി. പരിസ്ഥിതി പ്രശ്നങ്ങൾ, അഴിമതികൾ, കയ്യേറ്റങ്ങൾ, അങ്ങനെ എവിടെയെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തണോ അവിടെയെല്ലാം VS അച്യുതാനന്ദനുണ്ടായിരുന്നു. മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ നമ്മുടെയെല്ലാം ഓർമ്മകൾ ഉണ്ടാവും അല്ലേ. 2006 82-ാം വയസ്സിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പദവിയേറ്റപ്പോൾ അതൊരു ചരിത്രമായിരുന്നു. ആ പ്രായത്തിൽ മുഖ്യമന്ത്രി ആകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ അദ്ദേഹം എല്ലാവർക്കും കാണിച്ചു തരികയായിരുന്നു. പാർട്ടിക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ അദ്ദേഹത്തിനെ തളർത്തിയിട്ടില്ലായിരുന്നു. തൻ്റെ നിലപാടുകളിൽ ഉറച്ച് ജനങ്ങൾക്കൊപ്പം നിന്നു. പാർട്ടിക്ക് അതീതനായി ജനങ്ങളുമായി നേരിട്ട് സംവാദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് VS അച്യുതാനന്ദൻ എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിക്ക് എന്നതിലുപരി പ്രസ്ഥാനമായി ജനങ്ങളുടെ ആവേശമായി മാറുന്നത്. കേരളത്തിൻ്റെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന ഒരു വിപ്ലവ സൂര്യനാണ് ഇന്ന് അസ്തമിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളും നിലപാടുകളും വരും തലമുറകൾക്ക് എന്നും ഒരു പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കാം. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ ബൈ.